എന്റെ ആൻസി, എനിക്കൊരു സംശയം. നീ സന്താന നിയന്ത്രണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് അച്ഛനോട് കുമ്പസാരിക്കാറുണ്ടോ? നാണല്ലേ ചോദിച്ചിന്? ഇതൊക്കെ തമ്പരാൻ അറിയാവുന്ന കാര്യമല്ലയോ? അച്ഛനോട് പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ? അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു, ഇനിയിപ്പോ 1-2 കൊച്ചുങ്ങൾ കൂടെ ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനെല്ലാത്തിനും റെഡിയാ. അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. വേണ്ടെങ്കിൽ വേണ്ട. നീ അല്ലയോ ഇതുങ്ങളെ 10 മാസം ചുവന്ന് പിന്നെ തോളെ കയറ്റി തൊട്ടിലാട്ടി പാലും കുടിപ്പിച്ച് ഉറക്കൊളച്ച് താഴെ വീഴാതെ നോക്കി വളർത്തേണ്ടത്. ആലോചിച്ച് നോക്കി വേണ്ടപ്പോ പറഞ്ഞാ മതി, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് കുടുംബത്തെ കുറിച്ചാണ്. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് നമ്മുടെയെല്ലാം കുടുംബമാണ്. അതുകൊണ്ട് എല്ലാം നമ്മൾ കുടുംബത്തിൽ നിന്ന് തന്നെ ആരംഭിക്കണം. കുടുംബത്തിന്റെ ഭദ്രതയും ദൃഢതയും ബാധിക്കുന്ന രീതിയിൽ നാം ഒന്നും ചെയ്തുകൂടാത്തതാണ്. നിനക്ക് കെണിയൊരുക്കുവാൻ സാത്താൻ ഒരു നിഴല് പോലെ നിന്റെ കൂടെ തന്നെ ഉണ്ടെന്നറിയുക. അവന്റെ പ്രലോഭനങ്ങളെ നീ കരുതിയിരിക്കുക. രക്ഷകനായ ദൈവത്തോട് നാം മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. അവനിലുള്ള അടിയുറച്ച വിശ്വാസത്തെ മുറുകെ പിടിക്കുക. പ്രലോഭനങ്ങളിൽ നിന്ന് എന്നെ കാത്തോളണേ കർത്താവേ. പ്രലോഭനങ്ങൾ നരകത്തിലേക്കുള്ള രാജപാതകളാണ്. തിരുവനന്തപുരത്ത് പരിപാടി 1-2 കേസിന്റെ ഡീറ്റെയിൽസ് എടുക്കണം. പിന്നെ സെക്രട്ടേറിയറ്റ് കയറി എൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനത്തിന്റെ പേപ്പർ എന്തായെന്ന് അറിയണം. ഉള്ളത് പറഞ്ഞ അത് തന്നെ പ്രധാനം. നീ വരുന്ന നമുക്കൊന്ന് ചുറ്റിയടിച്ച് ആഘോഷിച്ചു വരാം. ഞാനെങ്ങുമില്ല. ഗോവ ട്രിപ്പിന്റെ ക്ഷീണം ഇതുവരെ തീർന്നില്ല. അതിനെപ്പോ തിരുവാവും. കാശ് എത്രയാ പൊടിഞ്ഞത്? അതങ്ങനെ സൂയിക്കണോക്കി പൊടിക്കണം. പിന്നെ നീ മാത്രമല്ലല്ലോ പൊടിച്ചത്. എന്നാത്തിനാടാ ഈ കണ്ട സ്വത്തൊക്കെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത്? നിധി കാക്കുന്ന ഭൂതത്തെ പോലെ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത പിശുക്കൻ. അതേടാ, ഞാൻ പിശുക്കൻ തന്നെയാ. അതിനെന്നാ ഇപ്പൊ എത്ര കുറവ്? എനിക്കിപ്പോ കാണുന്നൊന്നും ഞാനായിട്ടുണ്ടാക്കിയതല്ല, അപ്പനപ്പൂപ്പന്മാരുടെ തന്നേച്ചു പോയതാ. അത് നഷ്ടപ്പെടുത്താതെ അടുത്ത തലമുറ ഏൽപ്പിക്കുക എന്നുള്ളതാ എന്റെ കടമ. അല്ലെങ്കിൽ എന്റെ ഇച്ചാച്ചൻ പോലും എന്നോട് ക്ഷമിക്കത്തില്ല. ഇച്ചാച്ചന്റെ മോൻ തന്നെ നീ. പണ്ടിയല്ല പിരിവുകാരൊക്കെ വരുമ്പോ അങ്ങേര് പത്തായത്തിൽ കയറി ഒളിച്ചിരുന്ന കഥയൊക്കെ നല്ല ഓർമ്മയുണ്ട് എനിക്ക്. നമിച്ചേ നമിച്ചു. എഞ്ചിൻ നടക്കുന്നുണ്ടോ എന്ന് ചെവിയോർത്ത് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. സ്വന്തമാണ് നീ. മറ്റോന്റെ കാശ് മേടിച്ച് കുഞ്ഞത്തനെ ജയിലിൽ കയറ്റും അല്ലൂടാ. നിന്റെ വക്കീല പണിന്ന് ഞാൻ പൂട്ടിക്കും. എന്നെ തല്ലിയാലുണ്ടല്ലോ ഞാൻ ആരാന്ന് നിനക്ക് അറിയാൻ വേണ്ട. നിന്റെ ഗുണ്ടാപ്പണിയൊന്നും എന്റെ അടുത്ത് ഇനിയിപ്പോ ഇതൊരു ശീലമായി പോയി. അയ്യോ, എന്തുവാ? സണ്ണി, കളി ചോറ് തന്ന കഴിക്കാൻ കൊത്തുന്നോ നീ? ഓ, തല്ലും കൊണ്ട് നിക്കുന്നുണ്ടല്ലേ? കേറി അടി എന്റെ ചോദിച്ച. മനസ്സിലാക്കി കൊടുക്കടാ. കർത്താവേ, എന്നതാ ഇത്?
കളിക്കല്ലേ. ഒന്ന് മറിക്കടാ, ഒന്ന് മാറിയേ. അങ്ങനെ നിർത്ത് 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 ജോയ്, നിർത്ത് നിർത്ത്. അല്ല പിന്നെ. എന്നതാ ഇത്? എന്നതാടോ ഇത്? പള്ളിപ്പറമ്പിൽ കിടന്ന് പോക്കർത്തരം കാണിക്കുന്നു. സണ്ണി എന്നതാടാ? എന്നതാ പ്രശ്നം? വക്കനോട് കളിച്ചാലുണ്ടല്ലോ കളി പഠിപ്പിക്കും വക്കൻ. വക്കാ പൊക്കോ. അച്ഛൻ പറഞ്ഞോണ്ടാരെ കൊല്ലുന്നില്ല ഞാൻ. ഹാ, ആഹാ. കേറ്. ഇതോ. പിള്ളേരേക്കാൾ കഷ്ടായി ജോയിച്ചിന്റെ കാര്യം. പിന്നെ എന്നത്തിനാ ഹീറോ വിളിക്കാൻ പോയത്? അതിപ്പോ എന്നാ പറഞ്ഞാലും നമ്മുടെ സണ്ണിക്ക് ഒരു പ്രശ്നം വരുമ്പോ അവന്റെ കൂടെ നിൽക്കണ്ടായിരുന്നു. വറീത് മാപ്പിളയുടെ രക്തം അതിന്റെ ഞരമ്പിൽ കൂടെ ഓടുന്നത്. ഞങ്ങളുടെ പൂർവികന്മാർ നല്ല അസൽ ക്ഷത്രിയന്മാരായിരുന്നു എന്ന് എന്റെ ചാച്ചൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ വെറും ഒരു റൗഡിയെ കാണുമ്പോ പേടിച്ചോടുന്നു വിചാരിച്ചല്ലോ എന്റെ ആൻസിനി. ഓ, അത് പിന്നെ എനിക്ക് അറിയാൻ മേലായോ? ഒന്ന് നിക്കണ്ട ആൻസി കൂടെ. വീട് ചോദിച്ച പിള്ളേരപ്പുറത്തുണ്ട്. ഇത്രയും കൊല്ലത്തിനടക്ക് തലകുത്തി മറിഞ്ഞ് നോക്കിയിട്ട് നിന്നെ പകലൊന്നും എനിക്ക് പിടികിട്ടിട്ടില്ല. എത്ര കാലമായി ഞാൻ കൊതിക്കാന്നറിയാമോ? ആളും ബഹളം ഒഴിഞ്ഞ ഒരു നേരമല്ലേ ഈ വീട്ടില്. പിള്ളേരെയും മേലക്കാരെയും കണ്ടുപിടിച്ച് നിന്നെ ഒന്ന് പിടികിട്ടാനുള്ള വഴി ആലോചിച്ച് എത്രയാ ഞാൻ എന്റെ തല പുണ്ണാക്കിയത്. എന്നത്തിനാ ചോദിച്ച നടക്കാത്ത കാര്യം ആലോചിച്ച് വെറുതെ തല പുണ്ണാക്കുന്നത്? നടക്കും, നടന്നേ ഒക്കത്തുള്ളൂ. ഒരു ഉഗ്രൻ ഐഡിയ ഇട്ടിട്ടുണ്ട്, ബുദ്ധിപരമായ ഒരു നീക്കം. ഇന്ന് നിന്നെ ഞാൻ പകൽ വെളിച്ചത്തിലൊന്ന് കാണും, നോക്കിക്കാം. ഇതിപ്പം കാണേണ്ട സിനിമയാന്നാ പൊതുവെയുള്ള അഭിപ്രായം, പ്രത്യേകിച്ച് കുട്ടികൾ. എന്നാത്തിനാ നമ്മൾ സിനിമ കാണുന്നേ? പറ, എന്നാത്തിനാ? അറിയത്തില്ല, അതാ കുഴപ്പം. വാ, ഓരോ സിനിമയിൽ നിന്ന് നമുക്ക് ഓരോ ഗുണപാഠങ്ങൾ പഠിക്കാനുണ്ട്. അധ്വാനത്തിന്റെ മഹത്വത്തെക്കുറിച്ചാണ് ഇപ്പൊ കാണാൻ പോകുന്ന സിനിമ. സമയമായല്ലോ. മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നാണ് ഈ സിനിമയുടെ ഗുണപാഠം. ഈ ഗുണപാഠങ്ങളൊക്കെ മക്കൾ കണ്ടു തന്നെ പഠിക്കണം. അതുകൊണ്ടാ പപ്പ നിർബന്ധിച്ച് സിനിമയ്ക്ക് വിടുന്നത്. എന്നിട്ട് പപ്പയും മമ്മിയും വരാത്തെന്താ? അയ്യേ, പപ്പ സിനിമയ്ക്കൊന്നും പോകത്തില്ലെന്ന് എന്നെ കുട്ടിക്ക് അറിയത്തില്ലയോ? പിന്നെ ഈ ഗുണപാഠങ്ങളൊക്കെ പപ്പ പണ്ടേ പഠിച്ചിട്ടുള്ളതാ. പപ്പ പഠിച്ച് ഫസ്റ്റ് ക്ലാസ്സിലാ പാസ്സായത്. അതിപ്പോ ആർക്കും അറിയാൻ മേലാത്തത്. ഓടാ. ഓ, മമ്മിയോ? ആ, മക്കള് പോയച്ചും വരുമ്പോഴത്തേനും പപ്പ മമ്മിയെ പഠിപ്പിച്ചോളാം. പപ്പ കുളപ്പുറം വെക്കണ്ടേ നീടിയിട്ട് പപ്പ എന്നാ ഗുണപാഠമോ പോടിച്ചത്? വെള്ളേരെ നോക്കണേ. ഓ, എന്നതാ കാർത്തിയാനി എല്ലാരും കൂടെ ഈ നേരത്ത്? എന്നാ പറയാനാ, 2 മണിക്കൂറായി വീട്ടിൽ കറണ്ട് പോയിട്ട് ഉടനെയെങ്കിലും വരുന്ന ലക്ഷണം കാണുന്നുമില്ല. ലൈനയിൽ ഏതാണ്ട് പണിയാ. പിള്ളേർക്കാണെങ്കിൽ ടി വിയിൽ 2:30 സിനിമ കാണണമെന്ന് നിർബന്ധം. നോക്കിയിരിക്കാതെ കയറി വരണടി പിള്ളേരെ. ഇത് നമ്മുടെ വീടല്ലയോ? എന്നതിനാ നാണിച്ചിരിക്കുന്നേ? കുഞ്ഞിരാമൻ വന്നില്ലയോ കാർത്തിയാനി? ഓ, അങ്ങേരെ എവിടെ പോയി കിടക്കൊന്നും ആർക്കറിയാം. വൈകുന്നേരം ആകുമ്പോ വന്ന് കയറും 4 കാലയിൽ. പിന്നെ നമുക്ക് എന്നേലും മിണ്ടാൻ പറ്റുമോ? മൂക്കിന്റെ തുമ്പ തല്ലിയോ ദേഷ്യം? നാക്കൊന്ന് പിഴച്ചു പോയാ പിന്നെ തല്ലു തന്നെ. വാടി പിള്ളേരെ. അല്ല, കുഞ്ഞിരാമനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് കുടുംബസമേതം ഒരു സിനിമ കാണായിരുന്നു. ഒരു കുടുംബചിത്രമായിരുന്നു. ഓ, എന്നാത്തിനാ? അങ്ങേരില്ലാത്ത തന്നെ ഞങ്ങക്ക് നല്ലത്. എന്നാ നിങ്ങൾ ചെന്ന് സിനിമ കണ്ടാട്ടെ. ഓ, ആ TV ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാൻ, അവർ സിനിമ കാണട്ടെ. ഇക്കാലത്ത് വിളിച്ചാ വരുന്ന ഒരാശാരിയെ കിട്ടുന്നത് മഹാഭാഗ്യം. ഉള്ളതാ.